ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമുക്ക് നോക്കേണ്ട ടോപ്പിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള പോയിൻ്റാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതാണ് 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, 1857 വിപ്ലവം എന്തറിയപ്പെടുന്നു? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. 1857 വിപ്ലവമാണ് എന്തിൻ്റെ തകർച്ചയ്ക്ക്? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ വിപ്ലവമാണ്. ഈ 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതാണ് ശിപായി ലഹള എന്ന്. ഓക്കെ, എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ശിപായി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സൈന്യത്തിൽ പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നതാണ് ശിപായി. അപ്പോൾ ഈ ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലമാണ് ബാരക്പൂർ പശ്ചിമ ബംഗാളിലാണ്. ഇപ്പോൾ ഈ വിപ്ലവം എന്നാണ് നടന്നത് എന്ന് ചോദിച്ചാൽ 1857 മെയ് 10 എന്നാണെന്ന് കൂടി ഓർത്തിക്കുക. ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1857 മെയ് 10. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ കുറച്ച് കാരണങ്ങളുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ശിപായിമാർ, ബ്രിട്ടീഷുകാർ, ഇന്ത്യയിലുള്ള വ്യക്തികൾ, പട്ടാളക്കാർ, ബ്രിട്ടീഷുകാരിൽ വർക്ക് ചെയ്യുന്നവരെയാണ് ശിപായി എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന തോക്കിൽ, സൈനികർ പുതുതായി നൽകിയ തോക്കിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉണ്ട് എന്നുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം തുച്ഛമായ ശമ്പളം വളരെ കുറവായിരുന്നു. അടുത്ത മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അവഹേളനം. ഓക്കെ, ഇതൊക്കെയായിരുന്നു എന്തിൻ്റെ കാരണം എന്ന് പറയുന്നത്? 1857 വിപ്ലവം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിപ്ലവകാരികൾ ആദ്യമായി പിടിച്ചടക്കിയ സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. 1857 മെയ് 12 കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കുന്നത്. 1857 മെയ് 12. അപ്പോൾ ഈ വിപ്ലവത്തിൻ്റെ രഹസ്യ മുദ്ര എന്തെന്ന് ചോദിച്ചാൽ ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ഓക്കെ, ഇതിനെ ചപ്പാത്തി വിപ്ലവം എന്നും ഇതറിയപ്പെടുന്നു. 1857 വിപ്ലവത്തെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് വെച്ചാൽ UP, ഉത്തർപ്രദേശ് ആണെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. 1857 വിപ്ലവം ബാധിക്കാത്ത സ്ഥലങ്ങളാണ് ഏതൊക്കെ? പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ടായിരുന്നു. 1857 വിപ്ലവം ബാധിച്ചിരുന്നു. എന്നാൽ 1857 വിപ്ലവം ബാധിക്കാത്ത, ഒന്നാം സ്വാതന്ത്ര്യ സമരം ബാധിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഓക്കെ, ഇപ്പോൾ ഇവരുടെ മുദ്രാവാക്യം സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. 1857 ആദ്യ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ. അദ്ദേഹം പട്ടാളക്കാരനാണെന്നറിയാം, സൈനികനാണെന്നറിയാം. സൈന്യത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളെന്ന് ചോദിച്ചാൽ 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻറ്റ്. ഓർത്ത് വയ്ക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജെയിംസ് ഹ്യൂസണുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിൻ്റ്? 1850 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത് ജെയിംസ് ഹ്യൂസൺ എന്ന് പറയുന്നത്. ജെയിംസ് ഹ്യൂസൺ, മറന്നു വരുത്. ഈ മംഗൾ പാണ്ഡ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം അറിയാമോ? 1984. ഓക്കെ, അപ്പോൾ 50 പൈസ സ്റ്റാമ്പിലാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. 1984 ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ആവിഷ്കരിച്ച വിപ്ലവകാരി ആര് എന്ന് നിങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം നൽകുക. താന്തിയ തോപ്പി. ആരാണ്? താന്തിയ തോപ്പി. എന്നാൽ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്ന് ചോദിച്ചാൽ രാമചന്ദ്ര പാണ്ഡുരംഗ. ക്ലിയർ? ഇതാണ് രാമചന്ദ്ര പാണ്ഡുരംഗ.
ഓക്കെ, നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു ആര്? താന്തിയ തോപ്പി. ക്ലിയർ? അപ്പോൾ ഗറില്ല യുദ്ധമുറ ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് ചോദിച്ചാൽ രാമചന്ദ്ര പാണ്ഡുരംഗയാണ്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയാണെന്ന് പറഞ്ഞു. അടുത്ത, താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി കോളിൻ ക്യാമ്പൽ. ആരാണ്? കോളിൻ ക്യാമ്പൽ. അപ്പോൾ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് കോളിൻ ക്യാമ്പൽ എന്ന് ഓർത്ത് വയ്ക്കുക. എവിടെ വെച്ചാണ് പരാജയപ്പെടുത്തിയത്? ശിവപുരി. ശിവപുരി ഏത് സംസ്ഥാനത്ത് വെച്ചാൽ മധ്യപ്രദേശ്. ഏത് ദിവസമാണ് ഇദ്ദേഹത്തെ വധിക്കുന്നത്? ആരെ? താന്തിയ തോപ്പിയെ വധിക്കുന്നത് 1859 ഏപ്രിൽ 18 എന്ന് ഓർത്ത് വയ്ക്കുക. ഈ താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ശിവപുരി തന്നെയാണ്. ഇദ്ദേഹത്തെ വധിച്ച സ്ഥലത്ത് തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മോറിയൽ സ്ഥിതി ചെയ്തത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? നാനാ സാഹിബ്. ആരാണ്? നാനാ സാഹിബ്. ഓർത്ത് വയ്ക്കുക. നാനാ സാഹിബാണ് ഇതിൻ്റെ 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ഏതെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ധോൺടു പന്ത്. എന്താണ്? ധോൺടു പന്ത്. ക്ലിയർ? എവിടെ നേതൃത്വം? ഇദ്ദേഹം എവിടെയാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? കാൺപൂർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. എവിടെയാണ്? കാൺപൂർ. ഇദ്ദേഹത്തിന് ഒരു പേര് കൊണ്ടുണ്ട്, മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നാനാ സാഹിബാണെന്ന് ഓർത്ത് വയ്ക്കുക. 1859 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ നേപ്പാളിലേക്ക് നാടുകടത്തി. ഓക്കെ, 1859 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ എവിടത്തേക്ക് നാടുകടത്തി? നേപ്പാളിലേക്ക് നാടുകടത്തി എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. 1857 വിപ്ലവ സമയത്തെ, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് മുഗൾ ഭരണാധികാരി ആരെന്ന് വെച്ചാൽ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് ആലോചിച്ച് വയ്ക്കുക. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. ഓക്കെ, ആരാണ്? വില്യം ഹോഡ്സൺ എന്ന് ഓർത്ത് വയ്ക്കുക. വില്യം ഹോഡ്സൺ. ഓക്കെ, ഹോഡ്സൺ. ഓക്കെ, എന്താണ്? ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ പിടിച്ചെടുക്കുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഹുമയൂണിൻ്റെ ശവകുടീരത്തിനകത്ത് ഒളിച്ചിരിക്കും. ഇദ്ദേഹത്തെ അവിടെ നിന്ന് പിടികൂടുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മൾ പറഞ്ഞ വില്യം ഹോഡ്സൺ. ക്ലിയർ? ഇദ്ദേഹത്തെ നാട് കടത്തുന്നു. എവിടത്തേക്കാണ് നാട് കടത്തിയത്? റെങ്കൂണിലേക്ക് നാട് കടത്തും. ഓക്കെ, അപ്പോൾ നാട് കടത്തിയ വർഷം ചോദിച്ചാൽ 1858 ഒക്ടോബർ 7. ഓക്കെ, റെങ്കൂണിലേക്ക് നാട് കടത്തും. ഇപ്പോഴത്തെ പേരെന്ന് വെച്ചാൽ യാങ്കോൺ. എവിടെയാണ്? യാങ്കോൺ. 1862 അദ്ദേഹം ഇപ്പോഴത്തെ യാങ്കൂൺ അഥവാ റെങ്കൂണിൽ വെച്ച് ബർമ. ഓക്കെ, ബർമയുടെ ഭാഗമാണ് റെങ്കൂൺ എന്ന് പറയുന്നത്. റെങ്കൂണിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം അന്തരിക്കുന്നു എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ എന്നും കൂടി ഈ അവസരത്തിൽ ഓർത്ത് വയ്ക്കുക. അടുത്ത് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരാ? ഝാൻസി റാണി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഝാൻസി റാണി. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്തെന്നോട് പഠിച്ചു വയ്ക്കുക. മണികർണിക. മണികർണിക അഥവാ മനുഭായ്. ഓക്കെ, മനുഭായ് എന്നും അതുപോലെ തന്നെ മണികർണിക. ഈ ഝാൻസി റാണിയെ വധിച്ച പട്ടാള മേധാവി ആരെന്ന് വെച്ചാൽ ഹുഗ്രോസ്. ആരാണ്? ഹുഗ്രോസ്. ഏത് വർഷമാണ്? 1858. ക്ലിയർ? പറഞ്ഞു വരുന്നോ? 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്തെന്ന് അറിയപ്പെടുന്നു? ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഝാൻസി റാണിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അതായത് റാണി ലക്ഷ്മിഭായ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ റാണി ലക്ഷ്മിഭായെ വധിക്കുന്നതെന്ന് വെച്ചാൽ 1858 ജൂൺ 18. ക്ലിയർ? ഈ ഝാൻസി റാണിയെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിച്ചത്
ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വചരിത്ര അവലോകനം എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്, മറന്നുപോകരുത്. ഝാൻസി റാണിയുടെ കുതിരകൾ ഏതൊക്കെയെന്ന് ഓർത്തു വയ്ക്കുക. ബാദൽ, സാരംഗി, പവൻ. ഏതൊക്കെയാണ്? ബാദൽ, സാരംഗി, പവൻ. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അപ്പോൾ അതുകൊണ്ട് ഓർത്തു വയ്ക്കുക. PSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ കുതിരകൾ ഏതൊക്കെയാണ്? ബാദൽ, സാരംഗി, പവൻ. ആരുടെ കുതിര? ഝാൻസി റാണിയുടെ കുതിര. ക്ലിയർ? ഇപ്പോൾ നമ്മൾ നേരത്തെ ഹ്യൂഗ്രോസിനെ പറഞ്ഞു. ഹ്യൂഗ്രോസാണ് ആരെ വധിക്കുന്നതെന്ന് പറഞ്ഞു, ഝാൻസി റാണിയെ വധിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹ്യൂഗ്രോസ് ഒരു വാക്യം പറയുന്നുണ്ടോ? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നോ ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരെന്ന് വെച്ചാൽ ഹ്യൂഗ്രോസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതോ ഹ്യൂഗ്രോസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അടുത്ത് എന്താണ് LNIP? ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന ഗോളിയോർ. ഗോളിയോർ എവിടെയാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് MP. ഓക്കെ. അടുത്ത LNCP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും. എവിടെയാണ്? തിരുവനന്തപുരത്താണ് LNCP. എന്താണ് LNCP? ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്ത പഠിക്കേണ്ടത് മറൈൻ നാഷണൽ പാർക്ക്. റാണി ലക്ഷ്മിഭായ്, ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാനാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണോ? ഝാൻസി റാണി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇവിടെ ഉത്തർപ്രദേശ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി ആരെന്ന് ചോദിച്ചാൽ വിക്ടോറിയ രാജ്ഞി. ആരാണ്? വിക്ടോറിയ. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി ആരെന്ന് വെച്ചാൽ വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരെന്ന് വെച്ചാൽ ആരാണ്? കോളിൻ ക്യാമ്പൽ. കോളിൻ ക്യാമ്പൽ ഓർത്ത് വയ്ക്കുക. അടുത്ത 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേഴ്സൺ പ്രഭു. ഓക്കെ, പാൽമേഴ്സൺ പ്രഭു. ക്ലിയർ? അടുത്ത 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് വെച്ചാൽ കാനിങ് പ്രഭു ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി നമ്മൾ പറഞ്ഞു. ആരാണ്? മംഗൾ പാണ്ഡെ. എന്നാൽ 1857 വിപ്ലവം അല്ലെങ്കിൽ 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. എന്നാൽ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ പ്രീതി ലത വഡേദാർ. ഓക്കെ, പ്രീതി ലത വഡേദാർ. അടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരെന്ന് വെച്ചാൽ ഖുദിറാം ബോസ്. ആരാണ്? ഖുദിറാം ബോസ്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്റഫുള്ള ഖാൻ. അഷ്റഫുള്ള ഖാൻ. ക്ലിയർ? അപ്പോൾ ആദ്യ രക്തസാക്ഷി പറഞ്ഞു, മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ ആദ്യ വനിതാ രക്തസാക്ഷി ആരെന്ന് വെച്ചാൽ പ്രീതി ലത വഡേദാർ എന്ന് പറഞ്ഞു. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരെന്ന് വെച്ചാൽ ഖുദിറാം ബോസ് എന്ന് പറഞ്ഞു. ആദ്യ മുസ്ലിം രക്തസാക്ഷി ആരെന്ന് വെച്ചാൽ അഷ്റഫുള്ള ഖാൻ ആണെന്ന് കൂടി ഓർത്തിക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഓരോ സ്ഥലങ്ങളിലും അതിന് നേതൃത്വം നൽകിയത് ആര് എന്ന് കൂടി പഠിച്ചു വയ്ക്കണം. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ആരാണ്? നാനാ സാഹിബ്. അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരുടെ പഠിക്കുക. അപ്പോൾ കാൺപൂരിൽ അടിച്ചമർത്തിയത് ആരെന്ന് വെച്ചാൽ ക്യാമ്പൽ. ഒന്ന് ക്യാമ്പലും അതുപോലെ തന്നെ ഹാവ് ലോക്ക്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഹാവ് ലോക്ക്. നോട്ട് എഴുതുന്നവർ ജസ്റ്റ് നോട്ടും കൂടി ചെയ്യാം. അപ്പോൾ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. അടിച്ചമർത്തിയത് ആരെന്ന് വെച്ചാൽ ക്യാമ്പലും അതുപോലെ തന്നെ ഹാവ് ലോക്കും. ഓക്കെ, ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്ത് ഖാൻ. ആരാണ്? ഭക്ത് ഖാൻ. അവിടെ അടിച്ചമർത്തിയാരെന്ന് വെച്ചാൽ നിക്കോൾസൺ. ഓക്കെ, നിക്കോൾസണും അതുപോലെ ഹഡ്സൺ. ഓക്കെ, ഹഡ്സണും നിക്കോൾസണും എവിടെ നേതൃത്വം നൽകിയതോ, അടിച്ചമർത്താൻ നേതൃത്വം നൽകിയതോ? ഡൽഹിയിൽ.
അടുത്ത ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരെന്ന് വെച്ചാൽ റാണി ലക്ഷ്മിഭായ്. മണികർണിക എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിഭായ്. എന്നാൽ ഝാൻസിയിൽ അടിച്ചമർത്തിയത് ആരാണ് നമ്മൾ വധിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരാണ്? ഹ്യൂഗ്രോസ്. ആരാണ്? ഹ്യൂഗ്രോസ്. ഓക്കെ, ഹ്യൂഗ്രോസ്. അടുത്ത ഫൈസാബാദിൽ ആരാണ് നേതൃത്വം നൽകിയത്? മൗലവി അഹമ്മദുള്ള. ആരാണ്? മൗലവി അഹമ്മദുള്ള. ക്ലിയർ. അടുത്ത മീററ്റിലാണ് നേതൃത്വം നൽകിയതോ? ഖേദം സിംഗ്. ആരാണ്? ഖേദം സിംഗ്. ക്ലിയർ. അടുത്ത മധുരയിൽ നേതൃത്വം നൽകിയതോ? ദേവി സിംഗ്. ഓക്കെ, മധുരയിൽ നേതൃത്വം നൽകിയതോ? ദേവി സിംഗ്. ക്ലിയർ. അടുത്ത ഗ്വാളിയോറിൽ നേതൃത്വം നൽകിയത്? ഗ്വാളിയോർ റാണി ലക്ഷ്മിഭായും താന്തിയ തോപ്പിയും. ആരാണ്? റാണി ലക്ഷ്മിഭായും താന്തിയ തോപ്പിയും. ഗ്വാളിയോറിൽ അടിച്ചമർത്തിയത് ആരാണ്? നമ്മൾ നേരത്തെ അത് പറഞ്ഞപ്പോൾ ഝാൻസി പറഞ്ഞ സെയിം ഇത് തന്നെയാണ്, ഹ്യൂഗ്രോസ്. ആരാണ്? ഹ്യൂഗ്രോസ്. അടുത്ത കോട്ടയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ജയ് ദയാൽ. എന്നാൽ ഓർത്ത് വയ്ക്കുക, അടുത്ത് ഹരിയാന നേതൃത്വം നൽകിയത് രഘു തുൾറാം. ക്ലിയർ. അടുത്ത് ആസാമിന് നേതൃത്വം നൽകിയത് മണിറാം ദത്ത. മണിറാം ദത്ത. ക്ലിയർ. ആസാമിൽ മണിറാം ദത്ത. അടുത്ത് ബറോട്ട് പർഗാനയിൽ ഷാൽമാൽ. ഓർത്ത് വയ്ക്കുക, ബറോട്ട് പർഗാന ഷാൽമാൽ. അടുത്ത് നോക്കാം. ലക്നൗ, ആഗ്ര, ഔധ്, അയോധ്യ എന്നിവയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ. അടുത്ത ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവയിൽ നേതൃത്വം നൽകിയതോ? കൻവർ സിംഗ്. അടുത്ത ബറേലി, റോഹിൽഖണ്ഡ് ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. ക്ലിയർ. അടുത്ത മൻസദൂർ ഇതാണ് ഫിറോസ് ഷാ. ഓക്കെ, മറന്നു പോരുത്. ക്ലിയർ. അടുത്ത ഭാഗത്തിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കും വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.